ന്യൂസ് ബ്ലാസ്റ്റിലേക്ക് വീണ്ടും. എറണാകുളത്ത് വിദേശ ജോലി വാഗ്ദാനം ചെയ്ത ലക്ഷങ്ങളുടെ തട്ടിപ്പ്. വിദ്യാഭ്യാസ കൺസൾട്ടൻസിയുടെ മറവിൽ തട്ടിപ്പ് നടത്തിയ പറവൂർ സ്വദേശിയായ ജിബിയെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. 100ഓളം പേർ തട്ടിപ്പിനിരയായി. ഭീഷ്മ എഡ്യൂക്കേഷണൽ സർവീസ് എന്ന സ്ഥാപനം നടത്തിയായിരുന്നു തട്ടിപ്പ്. ഷബാസ് അഹമ്മദുണ്ട് വിവരങ്ങൾ നൽകാൻ. ഷബാസ്, ഈ സ്ഥാപനം പ്രവർത്തിച്ചിരുന്നത് തന്നെ അനധികൃതമായിട്ടാണ്. അപ്പോൾ ഇത്തരത്തിലൊരു തട്ടിക്കൂട്ട് സ്ഥാപനം വെച്ച് 100 കണക്കിന് പേരെയൊക്കെ ഇയാൾക്ക് തട്ടിപ്പിന്റെ വലയിൽ കുടുക്കാൻ സാധിച്ചത് എങ്ങനെയാണ്? ഇയാളെക്കുറിച്ച് കൂടുതലായി നമുക്ക് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ എന്താണ്? ഇയാൾക്കെതിരായിട്ടുള്ള പോലീസിന്റെ നടപടികൾ എങ്ങനെയാണ്? ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയെടുത്ത ഒരു വിദ്യാഭ്യാസ കൺസൾട്ടൻസി സ്ഥാപനത്തിന്റെ ഉടമയാണ് ഇപ്പോൾ പോലീസ് പിടികൂടിയിരിക്കുന്നത്. പറവൂർ സ്വദേശി ജിബി എന്നയാളാണ് ഇപ്പോൾ പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. ഏകദേശം ലക്ഷക്കണക്കിന് രൂപയോളമാണ് ഇയാൾ വിദേശ ജോലി വാഗ്ദാനം ചെയ്ത് പല ആളുകളിൽ നിന്നായി തട്ടിയെടുത്തത്. ഏകദേശം 100ഓളം പേർ തട്ടിപ്പിനിരയായി എന്നാണ് പോലീസ് പറയുന്നത്. എറണാകുളം വാഴക്കാല ഭാഗത്താണ് ഭീഷ്മ എഡ്യൂക്കേഷണൽ സർവീസസ് എന്ന ഈ സ്ഥാപനം പ്രവർത്തിച്ചു വരുന്നത്. ഈ സ്ഥാപനത്തിൽ നിന്ന് ഈ ജോലി വാഗ്ദാനം ചെയ്താണ് ഇയാൾ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. പല പരാതികൾ ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന് പല തവണയായി ലഭിച്ചിരുന്നു. പിന്നീടാണ് എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണറുടെ പ്രത്യേക നിർദ്ദേശത്തെ തുടർന്ന് തൃക്കാക്കര പോലീസ് ഇവിടെ ഒരു പരിശോധന നടത്തുന്നത്. ഈ പരിശോധനയിലാണ് പല കാര്യങ്ങളും പോലീസിന് ബോധ്യപ്പെടുന്നത്. ഈ സ്ഥാപനം പ്രവർത്തിച്ചിരുന്നത് യാതൊരുവിധ ലൈസൻസും ഇല്ലാതെയാണ്. അതായത് വിദേശത്തേക്ക് ആളുകളെ കൊണ്ടുപോകാൻ വേണ്ട ഒരുവിധ നിയമ സാധ്യതകളും ഈ സ്ഥാപനത്തിലില്ല. അത്തരത്തിൽ ലൈസൻസ് ഇല്ലാതെ അനധികൃതമായി പ്രവർത്തിച്ച ഒരു സ്ഥാപനമാണ് 100ഓളം പേരിൽ നിന്ന് പണം ഈടാക്കിയിരിക്കുന്നത്. അതുമാത്രമല്ല, പല രേഖകളും ഈ ഓഫീസിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട്. ആളുകളുമായി പണം വാങ്ങിയതിന്റെ എഗ്രിമെന്റും ഒപ്പം ഈ വിദേശത്തേക്ക് ലൈസൻസ് കൊണ്ടുപോകാൻ സാധിക്കാത്ത തരത്തിലുള്ള പല രേഖകളും ഈ ഓഫീസിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട്. അതായത് ഈ പണം വാങ്ങിയ ശേഷം ഈ ജിബിയും ഇയാളുടെ ഭാര്യയും ചേർന്നാണ് തട്ടിപ്പ് നടത്തിയത്. ഈ തട്ടിപ്പ് പണം ഇവർ ഹൈദരാബാദ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മറ്റൊരു സ്ഥാപനത്തിനാണ് കൈമാറിയിരിക്കുന്നത്. പോലീസ് നടത്തിയ പരിശോധനയിൽ ഈ ഹൈദരാബാദ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിനും ആളുകളെ വിദേശത്തേക്ക് കൊണ്ടുപോകാനുള്ള നിയമപരമായ യാതൊരുവിധ അനുമതിയും ഇല്ല എന്ന് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ അതില്ലാതിരുന്നിട്ട് കൂടിയും നിരവധി ആളുകളാണ് ഈ സ്ഥാപനത്തെ ബന്ധപ്പെട്ടുകൊണ്ട് ഇവർക്ക് പണം നൽകിയിരിക്കുന്നത്. അങ്ങനെയാണ് നിരവധി ആളുകൾ ലക്ഷക്കണക്കിന് രൂപയുടെ തട്ടിപ്പിന് ഈ ആളുകൾ ഇരയായിരിക്കുന്നത്. ഇപ്പോൾ എന്തായാലും പ്രതിയെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ ആളുകളിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുകയാണെന്നാണ് പോലീസ് നിലവിൽ പറയുന്നത്. ഈ ഹൈദരാബാദ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കമ്പനിയെ പറ്റിയും പോലീസ് വിശദമായ അന്വേഷണം നടത്തുന്നുണ്ട്. ഷിയാസ്, ശരി ഷബാസ്. അപ്പോൾ പറവൂർ സ്വദേശിയായ ജിബി എന്നുള്ള വ്യക്തിയാണ് ഈ വലിയൊരു തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ വിദേശ ജോലി ആഗ്രഹിക്കുന്നത്, വിദേശ പഠനം ആഗ്രഹിക്കുന്നതൊന്നും ഒരിക്കലും തെറ്റല്ല. പക്ഷെ അതിനുവേണ്ടി നമ്മൾ സമീപിക്കുന്ന ഏജൻസി അല്ലെങ്കിൽ വ്യക്തികൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ അവർക്ക് കുറഞ്ഞപക്ഷം ലൈസൻസ് ഉണ്ടോ എന്നുള്ള കാര്യമെങ്കിലും നമ്മളൊന്ന് ഉറപ്പിക്കുക. അതിനുശേഷം മാത്രം അവരെ വിശ്വസിക്കുക.